മോളെ ഇരിക്കും. ഇത് ബിന്ദു ചേച്ചിയുടെ മരുമോള് വികിത, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കലാഭവൻ മണിച്ചേട്ടന്റെ ചാലക്കുടിക്കാരി ചങ്ങാതിയുടെ. അവിടെ ഇപ്പം അടുത്തൊരു കലാകാരി ഫേമസ് ആയി വരുവാണല്ലോ, ചാലക്കുടി പ്രസീത. അവിടേക്ക് അടുത്താണല്ലേ ചേച്ചിയുടെ മരുമോള് വികിത, പേര് വികിത. പിന്നെ ഞാൻ ചെയ്യുന്ന വർക്കുകളിൽ, നമ്മളെല്ലാരും കൂടെ ചേർന്ന് ചെയ്യുന്ന വർക്കുകളിൽ ഞങ്ങൾക്ക് ക്യാമറ ചെയ്ത് തരുന്നത് വികിതയാണ്. അതുപോലെ ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ആള് വന്നാണ് നമുക്ക് ക്യാമറ വർക്ക് ചെയ്ത് തരുന്നത്. പക്ഷെ ആള് ക്യാമറയുടെ മുന്നിലേക്ക് വരാൻ വലിയ മടിയാണ്. അപ്പൊ ഒരു ദിവസമെങ്കിൽ എങ്ങനെ ഒന്ന് മുന്നിൽ കൊണ്ടുവരണമെന്നുള്ളൊരു ആഗ്രഹം ഞാൻ എല്ലാവരും ക്യാമറയ്ക്ക് മുന്നിലും അല്ലെങ്കിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന ആളുകളെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അവരെ കൂടെ ചേർത്ത് നിർത്തി അവരെ ഒരുപോലെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു ആളാണ് ഞാൻ. എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടം. എല്ലാവരും പിന്നോട്ട് നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ നടത്തുമ്പോഴും വേദിയിലിരിക്കാൻ എല്ലാവരും തയ്യാറാവത്തില്ല. ഞാനിവിടെ എൻ്റെ കുടുംബശ്രീ പ്രവർത്തകരായ എല്ലാവരെയും ഇന്നേരൊന്നുമില്ല, പദവി നോക്കിയൊന്നുമില്ല. നമ്മൾ പിന്നെ ഇത് സെക്രട്ടറി ആയതുകൊണ്ട് അല്ലെങ്കിൽ പ്രസിഡന്റ് ആയതുകൊണ്ട് അങ്ങനെ അധ്യക്ഷ പദവി ഒരാൾ ചെയ്യും. ബാക്കി എല്ലാവരെയും നമ്മൾ ഇവിടുന്ന് അങ്ങേറ്റം വരെയും മുറ്റം മൊത്തം അങ്ങ് ഇരുത്തും. സത്യം പറഞ്ഞ ഒരാൾ റൗണ്ടറാ. അങ്ങനെ എല്ലാത്തിലും ഇവരെല്ലാരും ഒപ്പം ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. ഒരാൾക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. തീർച്ചയായിട്ടും എല്ലാവരുടെ സഹായം ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് വരാൻ പറ്റുന്നത്. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ചേച്ചിയൊക്കെ ഏതൊരാവശ്യത്തിന് വിളിച്ചാലും വരും. ഈ മോള് ഇവിടെ വന്ന കാലം തൊട്ട് ഞാനുമായിട്ട് കൂട്ടായ കാലം തൊട്ട് നമ്മൾ കുടുംബശ്രീ ആയിട്ടായാലും ഇല്ലെങ്കിൽ കുടുംബപരമായിട്ട് ഓരോ കാര്യങ്ങൾ പേഴ്സണലി നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും വന്ന് സഹായിക്കുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. അതെ അതെ. അപ്പൊ എല്ലാം നല്ല രീതിയിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. തീർച്ചയായും. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യവും അതും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. തുടങ്ങണം. അത്രയും മതി, ഉറപ്പ് കിട്ടിയാൽ മതി. പിന്നെ പ്രത്യേകിച്ചും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പറഞ്ഞ് അറിയാമെങ്കിൽ പോലും പിന്നെ കൊല്ലം സുധിച്ചേട്ടനുമായിട്ട് ഇത്രയും അടുപ്പമുള്ള ഒരാളെ നേരിട്ട് കാണാനും എന്നെ അന്വേഷിച്ച് ഈ വീട്ടിൽ വരുന്നു, ആ ഒരു ഇതിലൂടെ തന്നെ സുധിച്ചേട്ടന്റെ പേരിങ്ങനെ എടുത്തെടുത്ത് പറയാൻ പറ്റുന്നതിന്റെ വലിയൊരു സന്തോഷം, ഏറ്റവും വലിയൊരു സന്തോഷമായിട്ടാണ് ഞാൻ അതിനെ. ഞാനും പിന്നെ നജീം എന്ന് പറയുന്ന പയ്യനുണ്ട്, പിന്നെ മങ്ങാട് ചങ്ങ, ഞങ്ങൾ 3 പേരുന്ന ടീം. അപ്പൊ ആ ടീമിൽ നിന്നാണ് പിന്നെ കൊല്ലം കലാസംഘം, പിന്നെ അവിടെ നിന്ന് പിന്നെ പല 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 സമിതികളായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് തുടങ്ങിയത്. എന്തായാലും പരിചയപ്പെടാൻ പറ്റിയതിൽ ഏറ്റവും വലിയ സന്തോഷം. നമുക്ക് ഇനി മുന്നോട്ടങ്ങ് പോവാം. തീർച്ചയായിട്ടും. ഓക്കെ അല്ലേ? കൂടെ ഉണ്ടല്ലേ? കട്ടക്ക് പിന്നെ എന്നാ പിന്നെ ഓക്കെയാണ്, റെഡി.